സ്നൈഡർ ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് ഞാൻ എല്ലാവർക്കും ഷോ കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിലും യൂട്യൂബ് ഷോർട്സൊക്കെ ആയിട്ട് കുറേ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണത്. നമുക്ക് ആദ്യം വേണ്ടത് വോൾട്ടേജ് ടെസ്റ്ററാണ്. അതായത് ഇവിടെ 4 വോൾട്ട് DC കൊടുത്തു കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് AC ഔട്ട്പുട്ട് കിട്ടും. അതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. പിന്നെ വേണ്ടതൊരു ലിഥിയം സെല്ല് 4 വോൾട്ടിൻ്റെ ലിഥിയം സെല്ല് തന്നെ വേണമെന്നില്ല, 4 വോൾട്ട് സപ്ലൈ കിട്ടിയാൽ മതി. ഞാൻ യൂസ് ചെയ്യുന്നത് ലിഥിയം സെല്ലാണ് പറയുന്നത്, 3.7 വോൾട്ടിൻ്റെ ലിഥിയം സെല്ല്. പിന്നെ വേണ്ടത് ഒരു സ്വിച്ച്. പിന്നെ വേണ്ടത് ഈ ലിഥിയം സെല്ല് ഇടാനായിട്ടുള്ള ഒരു ബാറ്ററി കേസ്. അതായത് ഇതിൽ വരുന്ന സോൾഡറിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ബാറ്ററി ഇൻസെർട്ട് ചെയ്യും, അങ്ങനെയാണ് ഇത് ചെയ്യണത്. പിന്നെ ഈ ലിഥിയം സെല്ല് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാർജിങ് മൊഡ്യൂൾ, അത് ഞാൻ ഇതിൽ ഗം വെച്ച് ഒട്ടിച്ച് വെച്ചേക്കാണ്. ഒരു ടൈപ്പ് സി ചാർജിങ് മൊഡ്യൂളാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അതായത് മൊബൈലിൻ്റെ ടൈപ്പ് സി ചാർജർ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ടൈപ്പ് സി യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് അലുമിനിയം ഫോയിൽ വേണം. അതിപ്പോൾ അലുമിനിയം ഫോയിലായിട്ട് വാങ്ങുമ്പോൾ ഏകദേശം നല്ല റേറ്റ് വരും. 200 രൂപയ്ക്ക് അലുമിനിയം ഫോയിൽ വരും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ പാഴ്സൽ വാങ്ങുന്ന കണ്ടെയ്നറില്ല, അലുമിനിയത്തിൻ്റെ കണ്ടെയ്നർ, അത് കിട്ടിയാൽ മതി. അതിൻ്റെ ഫുഡൊക്കെ പാഴ്സൽ വാങ്ങിച്ചിട്ട് അതൊന്ന് കഴുകിയെടുത്ത് അത് കട്ട് ചെയ്തെടുത്ത് മടക്കി വെച്ചാൽ മതി. അതാണ് ഞാൻ ഷൂവിൻ്റെ ഇടയിൽ വയ്ക്കാണ്ട് ഞാൻ യൂസ് ചെയ്തത്. ഒരു സൈഡിൽ 4 വോൾട്ട് DC കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ സൈഡിൽ ഹൈ വോൾട്ടേജ് AC ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. ഒരു 40,000-45,000 വോൾട്ട് 45 kV ഏകദേശം ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഒരെണ്ണം ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും വെച്ച് ടാപ്പ് ചുറ്റുക. നമ്മുടെ ബോഡിയായിട്ട് കോണ്ടാക്ട് വേണം ഒരു ഇഞ്ച്. പിന്നെ ഒരു ഇഞ്ച് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ടിലായിരിക്കണം. അതായത് ഞാനിപ്പോൾ ചെയ്ത് ഇതിൽ ബാറ്ററി കാര്യങ്ങളെല്ലാം ഒന്നിച്ച് സെറ്റ് ചെയ്തിട്ട് പാൻറ്റിൻ്റെ പോക്കറ്റിൽ വെച്ചിട്ട് ഒരു വയർ പാൻറ്റിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഷൂവിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയിട്ട് ഷൂവിൻ്റെ അടിയിൽ വെച്ചേക്കണം അലുമിനിയത്തിൻ്റെ ഒരു പീസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലാണ് ഞാൻ വയർ കണക്ട് ചെയ്തത്. അതായത് ഒരെണ്ണം നമ്മുടെ ബോഡിയിലും ഒരെണ്ണം ഗ്രൗണ്ടായിട്ട് കണക്ഷൻ വേണം. അതാണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഒരു സർക്യൂട്ട് ഡയഗ്രാം ഇതിപ്പോൾ ഞാൻ റഫാൻഡായിട്ട് വരച്ചതാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പിന്നെ ഇതിൽ കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ ഷോർട്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരാൾ ബസ് സ്റ്റോപ്പിലൊക്കെ ഇരിക്കുക, അല്ലെങ്കിൽ ഒരാൾ ഒരു സ്റ്റീൽ കമ്പിയിൽ എന്തെങ്കിലും പിടിച്ച് നിൽക്കുമ്പോൾ ഈ ഷോക്ക് കൊടുക്കുന്ന ആൾ വന്നിട്ട് സ്റ്റീൽ കമ്പിയിൽ തൊടുമ്പോൾ ഈ സ്റ്റീൽ കമ്പിയിൽ പിടിച്ച് നിൽക്കുന്ന ആൾക്ക് ഷോക്കൊക്കെ ഏൽക്കുന്നത്, അതൊക്കെ ഫുള്ള് ഫേക്കാണ്. പിന്നെ ചെരുപ്പൊന്നും ഇടാതെ വന്നിട്ട് ആൾക്കാർ തൊടുമ്പോൾ അവർക്ക് ഷോക്ക് അടിക്കുക, അതൊക്കെ ഫുള്ള് ഫേക്ക് വീഡിയോസാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനാണ് ഷോക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എർത്തായിട്ട് കോണ്ടാക്റ്റില്ല, ഭൂമിയായിട്ട് കോണ്ടാക്റ്റില്ല, എന്തുമ്പോൾ തൊട്ടാലും അവർക്ക് ഷോക്ക് അടിക്കും, നമുക്ക് ഷോക്ക് അടിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു മരത്തുമ്പോൾ തൊട്ടെന്ന് വിചാരിക്കുക, അപ്പം മരത്തുമ്പോൾ കൂടെ കറണ്ട് പാസ് ചെയ്ത് ഷോക്ക് അടിക്കും. നിങ്ങൾക്ക് ഓരോ തവണ ഷോക്ക് തരുമ്പോഴും എനിക്കും ഷോക്ക് കിട്ടുന്നുണ്ട്. ചെറിയ തരിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് നമുക്ക് ഭയങ്കര വലിയ പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം എനിക്ക് ഓൾറെഡി അറിയാം, ഇപ്പോൾ ഞാനിപ്പോൾ ഒരാളെ തൊടുമ്പോൾ എനിക്കറിയാം എനിക്ക് ഷോക്ക് കിട്ടുന്നു. പക്ഷെ ബാക്കിയുള്ളവർ ഒട്ടും പ്രതീക്ഷിക്കാനാണ് എന്നൊന്നും തുറന്നത്. അപ്പോൾ ഒരു പെട്ടെന്നൊരു ഞെട്ടലാണ് ആ വീഡിയോയിൽ എല്ലാവരും കണ്ടത്, റിയാക്ഷൻ വീഡിയോയിൽ എല്ലാവരും കണ്ടത്. അതായത് ഇപ്പോൾ ഒരാൾ ഷോക്ക് കൊടുക്കുന്ന ആൾ വന്നിട്ട് ഇപ്പോൾ ഏതെങ്കിലും നമ്മൾ റോട്ടിൽ സൈൻ ബോർഡോ അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു പോസ്റ്റ് എന്തെങ്കിലും കുഴിച്ചിട്ടുണ്ടാവും, അതുമ്പോൾ പോയി തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസ്റ്റുമേ പിടിച്ചിങ്ങനെ വേറെ ആൾക്ക് ഷോക്ക് അടിക്കുക, അതൊക്കെ പക്ക ഫേക്കാണ്. കാരണം ഈ പോസ്റ്റുമേ ഒന്ന് തൊടുമ്പോൾ ഈ പോസ്റ്റുമേ കൂടെയാണ് എർത്ത് പാസ് ചെയ്യണം. അല്ലാണ്ട് ഇവിടെ ഇതുമ്പോൾ വേറെ ആൾ തൊട്ടാൽ അയാൾക്ക് എർത്തടിക്കില്ല, ഈ പോസ്റ്റുമേ കൂടെയാണ് ഷോക്ക് പാസ് ചെയ്യുക. മനസ്സിലായ? പിന്നെ ഇപ്പോൾ വേറെ മരത്തുമ്പോൾ തൊട്ടാലും ഇപ്പോൾ നമ്മൾ ഷോക്കിൻ്റെ ഇത് സംഭവം സെറ്റ് ചെയ്തിട്ട് അതായത് സേഫ്റ്റി ഷൂ എന്നൊക്കെ ഇടല്ലേ, അങ്ങനത്തെ ഷോക്ക് ഇട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഷോക്ക് അടിക്കും. ഇപ്പോൾ ചെറിയൊരു നോർമൽ ചെരുപ്പ് കിട്ടുന്നത് ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂവിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് കവർ വെച്ച് ഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് എൻ്റെ കാലിന് മുകളിൽ, അതായത് സോക്സ് ഇടുന്ന പോലെ എൻ്റെ കാലിൽ കവർ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത് ഷൂവിൻ്റെ ഉള്ളിൽ. അങ്ങനെയാണ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സേഫ്റ്റി ഷൂ യൂസ് ചെയ്യാം. പിന്നെ പലരും വിചാരിക്കുന്നത് ഇത്ര ഹൈ വോൾട്ടേജ് ഒക്കെ ബോഡിയിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പറ്റുമെന്നൊക്കെ. വോൾട്ടേജ് എത്ര കൂടുന്നല്ല ഇവിടെ വിഷയം, എത്ര ആംബിയർ കറണ്ട് ബോഡി കൂടെ പാസ് ചെയ്യുന്നതാണ് ഇവിടെ നമ്മുടെ വിഷയം. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഏകദേശം പാസ് ചെയ്യണത് ഒരു 1 മില്ലി ആംബിയർ ടു 3 മില്ലി ആംബിയർ ആ റേഞ്ച് കറണ്ടാണ് നമുക്ക് ബോഡി കൂടെ പാസ് ചെയ്യണത്. അതായത് ഒരു 3 മില്ലി ആംബിയർ 5 മില്ലി ആംബിയറിന് താഴെ ബോഡി കൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അറിയാൻ പറ്റും, നമുക്കൊരു ഷോക്ക് കിട്ടിയെന്ന ഒരു സെൻസേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ 5 മില്ലി ആംബിയറിന്, അത് 5 to 10 മില്ലി ആംബിയർ ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു പെയിൻഫുള്ള് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, നല്ലൊരു കുടച്ചിലായിരിക്കും കഴിക്കുന്നുണ്ടാവുക. പിന്നെ 10 to 50 50 മില്ലി ആംബിയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ മസിലിൻ്റെ കൺട്രോളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈ തിരിച്ച് വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു അവസ്ഥയാണ് ഒരു 10 to 50 50 മില്ലി ആംബിയർ കറണ്ട് പാസ് കഴിഞ്ഞാൽ. 50-ന് മുകളിലൊക്കെ കറണ്ട് പാസ് കഴിഞ്ഞാൽ നമുക്ക് മരണസാധ്യത, ചിലപ്പോൾ ആൾ മരിക്കാം.
50 മില്ലി ആംബിയർ തൊട്ട് 10 മില്ലി ആംബിയർ വരെ. അതിന് മേളിലാണെങ്കിലും ആൾ മരിക്കില്ല എന്നല്ല, അത് ചാൻസ് ഉണ്ട്. 50 മില്ലി ആംബിയറിന് മേളിലാണെങ്കിൽ ആൾ മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. 1 ആംബിയറൊക്കെ പോയി കഴിഞ്ഞാൽ ആൾ ഉറപ്പാണ് മരിച്ചു എന്ന് തന്നെ പറയാം. മരണം ഒരു 90% ആൾ മരിക്കാൻ ചാൻസ് ഉണ്ട്. തീരെ ചെറിയ കുട്ടികൾ യൂസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഏകദേശം ഒരു 5 വയസ്സ് 7 വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികൾ യൂസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ട്രൈ ചെയ്തത് ഫുൾ എൻ്റെ കസിൻസിൻ്റെ അടുത്താണ് ട്രൈ ചെയ്തത്. ഇപ്പോൾ വഴിയിൽ പോയിട്ട് അല്ലെങ്കിൽ ടൗണിലൊക്കെ ഇറങ്ങിയിട്ട് നാട്ടുകാരെ അടുത്ത് ട്രൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ തല്ല് കിട്ടും. അതൊക്കെ സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്യുക, അതൊക്കെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് ഡയഗ്രാം. ഇതിൽ ചാർജിങ് മൊഡ്യൂളിൽ 5 വോൾട്ടേജ് DC ഇൻപുട്ട് കൊടുക്കുക. ചാർജിങ് മൊഡ്യൂളിൻ്റെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക്, നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും കൊടുക്കുക. അതേപോലെ തന്നെ വോൾട്ടേജ് ബൂസ്റ്ററിന് നെഗറ്റീവ് ബാറ്ററി നെഗറ്റീവിലേക്കും, പോസിറ്റീവ് ഒരു സ്വിച്ച് വഴി വേണം വോൾട്ടേജ് ബൂസ്റ്ററിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഹൈ വോൾട്ടേജ് AC ഔട്ട്പുട്ട് കിട്ടും. അതിൽ ഒരു വയർ നമ്മുടെ ബോഡിയിലും ഒരു വയർ ഗ്രൗണ്ടും, അതായത് നമ്മൾ ഷൂവിൽ സെറ്റ് ചെയ്യണ അലുമിനിയം ഫോയിൽ വേണം കൊടുക്കാനായിട്ട് ഹൈ വോൾട്ടേജ് AC ഔട്ട്പുട്ട്. അപ്പോൾ ഇതാണ് ഇത്രയുള്ള ഡയഗ്രാം, വളരെ സിമ്പിളാണ്. ഇതാണ് നമ്മുടെ വോൾട്ടേജ് ബൂസ്റ്റർ. ഇതാണ് ഔട്ട്പുട്ട് വരുന്നത്, ഹൈ വോൾട്ടേജ് AC ഔട്ട്പുട്ട് വരുന്ന സൈഡ്. ഇത് DC ഇൻപുട്ട് കൊടുക്കുന്നത് റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും, 4 വോൾട്ട് പോസിറ്റീവ് നെഗറ്റീവും കൊടുക്കേണ്ട സൈഡ്. പിന്നെ ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഒരു ലിഥിയം സെൽ, അതായത് ഇതിലേക്ക് കാണാം 3.7 വോൾട്ട് ലിഥിയം സെല്ലാണ് ഉപയോഗിക്കുന്നത്, അതായത് 4 വോൾട്ട്. പിന്നെ ഒരു സ്വിച്ച്, ഒരു DC സ്വിച്ച്. പിന്നെ ഇത് ബാറ്ററി ഇടാനായിട്ടുള്ള ബാറ്ററിയുടെ കേസ്, അതായത് ബാറ്ററിയിലുള്ള സോൾട്ടിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് 2-3 സെല്ലുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി സെല്ല് മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. ഇതിന് ഇതുപോലെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. നമ്മളിതിൽ ബാറ്ററി ഇൻസേർട്ട് ചെയ്യാം, പോസിറ്റീവ് നെഗറ്റീവ് നോക്കി കറക്റ്റായിട്ട് ബാറ്ററി ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇതിന്ന് പറഞ്ഞ ഔട്ട്പുട്ടിൽ നമ്മുടെ ചാർജിങ് മൊഡ്യൂൾ, ഇത് ഞാൻ ചാർജിങ് മൊഡ്യൂൾ ഒരു ഒട്ടിച്ചെടുത്തേക്കുന്നതാണ്. ചെറിയൊരു PCB ബോർഡാണ് സംഭവം. ടൈപ്പ് C ഇൻപുട്ടാണ് കൊടുക്കുക, ടൈപ്പ് Cയുടെ സോക്കറ്റാണ് ഇരിക്കുന്നത്. അതിൽ ഒരു സൈഡ് പോസിറ്റീവും ഒരു സൈഡ് നെഗറ്റീവും, ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും നോക്കി കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതിലാണ് വയർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ചാർജിങ് മൊഡ്യൂളിൻ്റെ പോസിറ്റീവ് നെഗറ്റീവിലേക്കും ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവും കൊടുക്കാം. അതേപോലെ തന്നെ ഈ സെയിം ഇത് തന്നെ നമ്മുടെ വോൾട്ടേജ് ബൂസ്റ്ററിന് നെഗറ്റീവ് ഇത് നെഗറ്റീവിലേക്ക് കൊടുക്കാം. പോസിറ്റീവ് നമുക്ക് ഈ സ്വിച്ച് വഴി വേണം പോസിറ്റീവ് കൊടുക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് മേക്കിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവും ചാർജ് മൊഡ്യൂളിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. കറക്റ്റായിട്ട് നോക്കി പൊളാരിറ്റി നോക്കി വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സസൈസ് നിൽക്കുന്ന വയറുകൾ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കറക്റ്റ് നീട്ടത്തിന് മാത്രം നിർത്തിയാൽ മതി, അല്ലെങ്കിൽ വയറ് അങ്ങോട്ടും കെട്ടിപ്പടിഞ്ഞ് ഷോർട്ടേജിനൊക്കെ സാധ്യതയുണ്ട്. ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത ഗ്ലൂ ഗണ്ണ് വെച്ച് നമുക്ക് ബാറ്ററി കേസ് വോൾട്ടേജ് ബൂസ്റ്ററിലേക്ക് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് കുറച്ചൊരു ഗമ്മ് കുറച്ചൊന്ന് തയ്ക്കാം, കുറച്ച് ദിവസം മതി. എന്നിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കറക്റ്റായിട്ട്. അതിനുശേഷം നമ്മുടെ വോൾട്ടേജ് ബൂസ്റ്റർ നെഗറ്റീവും ചാർജിങ് മോഡൽ നെഗറ്റീവ് ബാറ്ററി നെഗറ്റീവ് ഇത് മൂന്നും ഒന്നിച്ച് വേണം സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് സ്വിച്ച്, അതായത് നമ്മുടെ പോസിറ്റീവിലേക്ക് സ്വിച്ചിൻ്റെ വഴി കണക്ഷൻ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. സ്വിച്ചിൻ്റെ മറ്റേ എൻ്റെ വോൾട്ടേജ് ബൂസ്റ്ററിൻ്റെ പോസിറ്റീവിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ കണക്ഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വിച്ച് ഞാനൊന്ന് സെറ്റ് ചെയ്യണത് ഈ വയറൊക്കെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ട് സ്വിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി വയ്ക്കുക മാത്രമാണ് ഞാൻ ചെയ്യണത്. അല്ല, ഒരു വളരെ നീറ്റായിട്ടൊരു ഇതിപ്പോൾ നമുക്ക് സുഖമായിട്ട് നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് പറ്റും. സ്വിച്ച് ഒന്ന് ഓണാക്കാം, കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് ഒരു എൻഡ് വന്നിട്ട് ബോഡി മേക്ക്, അതായത് നമ്മുടെ കയ്യിലോ കാലിലോ എവിടെ സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതൊക്കെ ഓരോരോ ഇഷ്ടം പോലെ. ഞാനെൻ്റെ കയ്യിലാണ് സെറ്റ് ചെയ്തത്. ഇനി ഈ എൻ്റെ നമ്മുടെ ഷൂവിൻ്റെ അടിയിലേക്കാണ് കൊടുക്കേണ്ടത്. അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലൊരു ബ്ലാക്ക് ഷൂ എടുക്കുക. ബ്ലാക്ക് എടുക്കാനുള്ള കാരണം അതായത് നമ്മൾ ബ്ലാക്ക് ഇൻസ്റ്റലേഷൻ ടൈപ്പൊക്കെ ചുട്ടിച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതായത് ബ്ലാക്ക് ഷൂവിൻ്റെ അടിയിൽ അലുമിനിയത്തിൻ്റെ ഒരു ഷീറ്റ് ഞാൻ ഒട്ടിച്ചെടുത്തേക്കാണ്, മനസ്സിലായോ? പിന്നെ ഇതിലുള്ള ഞാൻ പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഷൂ യൂസ് ചെയ്തത്, കാരണം അത്രയും ഇൻസുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഹൈ വോൾട്ടേജ് ആയതുകൊണ്ട് തന്നെ കറക്റ്റ്
ഇത് സേഫ്റ്റി ഷൂ അല്ല, നോർമൽ ഷൂ ആണത്. സേഫ്റ്റി ഷൂ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഔട്ട്പുട്ട് വരണമെങ്കിൽ ഒരു വയർ നമ്മുടെ ഈ ഷൂവിലും പിന്നെ ഒരു വയർ നമ്മുടെ ബോഡിയിലാണ് കൊടുക്കേണ്ടത്. പിന്നെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഒരു ഡയഗ്രാം വെച്ച്, അതായത് ഈ ഒരു കാർട്ടൂൺ വെച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഓൾറെഡി ഷൂവിൻ്റെ അടിയിൽ ഒരു അലുമിനിയത്തിൻ്റെ ഇത് സെറ്റ് ചെയ്തിട്ടായിരിക്കുകയാണ് ഒരു വയർ കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു വയർ നമ്മുടെ ബോഡിയിൽ എവിടെ വേണമെങ്കിലും, ഇപ്പോൾ കാലുമ്പഴോ കയ്യിലോ ചെസ്റ്റിലോ എവിടെ നമുക്ക് കൊടുക്കാം, നമ്മൾ ഇഷ്ടം പോലെ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരാളെ പോയി തൊടാണ്. അപ്പോൾ അയാൾ ഇപ്പോൾ ഓൾറെഡി എർത്തിലാണ് നിൽക്കുന്നത്, ഭൂമിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ തൊടുമ്പോൾ ഓൾറെഡി ഈ കണക്ഷൻ അയാളുടെ ബോഡിയിൽ നിൽക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇയാൾ തൊടുമ്പോൾ കൈ കൂടെ ഇങ്ങനെ വന്നിട്ട് ഷോക്ക് കിട്ടും. അതായത് ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുക, ഇത്രയും പാത്തി കൂടെ. അതായത് ഇപ്പോൾ ഭൂമിയിൽ ഇപ്പോൾ ഒരാൾ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മരം അല്ലെങ്കിൽ ഒരു സൈൻ ബോർഡ്, ഒരു മെറ്റലിൻ്റെ കാലുള്ള ഒരു ബോർഡ്, അതായത് ഇതിപ്പോൾ ഇതിൽ അലുമിനിയത്തിൻ്റെ പീസ് വെച്ചേക്കാണ്. ഇപ്പോൾ സൈൻ ബോർഡ് എർത്തിൽ ഭൂമിയിൽ കണക്ട് ചെയ്തേക്കാണ്. ഞാനിപ്പോൾ ഈ ബോർഡിൽ പോയി തൊട്ടാലും ഷോക്ക് അടിക്കും. അത് നമുക്ക് തന്നെ ഷോക്ക് അടിക്കും, നമ്മുടെ ബോഡി കൂടെ ഷോക്ക് പാസ് ചെയ്ത് നമുക്ക് തന്നെ ഷോക്ക് അടിക്കും. ഓൾറെഡി നമ്മൾ ബാക്കിയുള്ളവരെ തൊടുമ്പോഴും നമ്മുടെ ബോഡി കൂടെ ഷോക്ക് പാസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം ഓൾറെഡി ഷോക്ക് അടിക്കും. പക്ഷേ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് പ്രതീക്ഷിച്ചിട്ടല്ല ഇവർ വരണം. ജസ്റ്റ് ഒന്ന് തൊടുമ്പോഴേക്കും ഷോക്ക് അടിക്കുമ്പോൾ അവർക്ക് ഞെട്ടലാണ് സംഭവിക്കുന്നത്. ചെറിയൊരു ഷോക്ക് മാത്രമേ ഉള്ളൂ. നമുക്കത് ഓൾറെഡി അറിയണ കാരണം നമുക്കത് വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്യണില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഞാനിതിൽ പറയാൻ കാരണം, ഇപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ തുറന്നാലും കുറേ ഫേക്ക് വീഡിയോസ് കാണാം. ഇപ്പോൾ ഒരാൾ ബസ് സ്റ്റോപ്പിലിരിക്കുമ്പോൾ അതിൻ്റെ ഇരുമ്പ് കമ്പിയിൽ പോയി ഒരാൾ തൊടുന്നു, അപ്പോൾ അതിലിരിക്കുന്ന ആൾക്ക് ഷോക്ക് അടിക്കണമെന്നൊക്കെ, അതൊക്കെ വളരെ ഫേക്കാണ്. കാരണം അങ്ങനെ തൊടുമ്പോൾ ഇയാൾക്ക് തന്നെ ഷോക്ക് അടിക്കാം. ഓൾറെഡി ഇപ്പോൾ ഇതുമ്പോൾ വേറൊരാളോട് ഇതുമ്മ പിടിച്ച് നിൽക്കണമെങ്കിൽ ഇങ്ങനെ ഇതുമ്മ പിടിച്ചിപ്പോൾ ഒരാൾ നിൽക്കാമെന്ന് വിചാരിക്കുക, ഇതുമ്മ പിടിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുള്ളൂ. ഒരിക്കലും ഇയാളുടെ മേത്തിൽ കൂടെ കറണ്ട് പാസ് ചെയ്യില്ല. കാരണം ഇയാളെക്കാർ റെസിസ്റ്റൻസ് കുറവാണ് നമ്മുടെ ഇത് എർത്തായിട്ട് കണക്ട് ചെയ്തേക്കണം, എന്ത് മെറ്റലായാലും അതിന്. മനസ്സിലായോ? അപ്പോൾ കുറേ ഫേക്ക് വീഡിയോസ് കാണാം. ഒരാൾ വന്ന് പിടിച്ച് നിൽക്കുമ്പോൾ അയാൾക്ക് ഷോക്ക് അടിക്കുക, അയാൾ വിറച്ച് ഓടണം, അതൊക്കെ വളരെ ഫേക്കാണ്. പിന്നെ വേറൊരു ഫേക്ക് വീഡിയോസ് 1-2 കാണാം. ചെരുപ്പൊന്നുമില്ലാതെ, ഷൂ ഒന്നുമില്ലാതെ ഇപ്പോൾ നമ്മൾ ഷോക്ക് കൊടുക്കണല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷൂ ഒന്നുമില്ലാണ്ട് ഞാൻ വെറുതെ ഫ്രീ ആയിട്ട് നടന്നു വന്നിട്ട് ഒരാൾ തുറന്നു, അപ്പോൾ അയാൾക്ക് ഷോക്ക് അടിക്കണം. അതൊക്കെ വളരെ ഫേക്കാണ്. കാരണം സേഫ്റ്റി ഷൂ ഇട്ടിട്ട് അല്ലെങ്കിൽ അതിനൊക്കെ ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ള ഷൂ ഇട്ടിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ കുറേ വീഡിയോസ് കാണാം. കുറേ വയറ് കാര്യങ്ങളൊക്കെ ബോഡിയിലൊക്കെ ഒട്ടിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ, അതൊക്കെ ഉടായിപ്പാണ്, ഫുൾ ഉടായിപ്പാണ്. നമുക്ക് ജസ്റ്റ് ഇത്ര ഒരു സാധനത്തിൻ്റെ ആവശ്യമുള്ളൂ. അതിനാണ് മേത്ത് ഫുൾ ഇൻസുലേഷൻ ടൈപ്പും കുറേ വയറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് കുറേ ടീമുകൾ നടക്കണം കാണാം. അതൊക്കെ വളരെ ഫേക്കാണ്. ഞാൻ ഫേക്ക് വീഡിയോസിൻ്റെ കാര്യം ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഷൂ ഒക്കെ ഇട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഷോക്ക് കൊള്ളുന്ന ആൾ, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ചെരുപ്പൊന്നും ഇടാതെയാണ് നിൽക്കണമെന്ന് പറഞ്ഞാൽ ആൾക്ക് കുറച്ച് അധികം ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. അതായത് ഡേഞ്ചറൊന്നുമില്ല, കുറച്ച് നോർമൽ ഷൂവും ചെരുപ്പിട്ട് നിൽക്കുന്ന ആളേക്കാൾ കൂടുതൽ കറണ്ട് അയാളുടെ ബോഡി കൂടെ ഫ്ലോ ചെയ്യും. കാരണം അയാൾ ഡയറക്റ്റ് ഭൂമിയിൽ നിന്നാണ് നിൽക്കുന്നത്, ചെരുപ്പൊന്നും ഇല്ലാതെ. അപ്പോൾ നല്ല രീതിയിൽ കോണ്ടാക്ട് ഉണ്ടാവും എർത്തായിട്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടും ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്. പിന്നെ നിങ്ങൾ പരമാവധി ഇലക്ട്രിക്കലിനെ പറ്റി എന്തെങ്കിലും നോളജ് ഉള്ളവർ മാത്രമേ ചെയ്യാൻ ശ്രമിക്കുക. ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവർ ചെയ്യാണ്ടിരിക്കുക. കാരണം ഹൈ വോൾട്ടേജ് ആണ്, കുറച്ച് ഡേഞ്ചറാണ്. കറണ്ട് മില്ലി ആംപിയറുള്ള വന്നാലും ഹൈ വോൾട്ടേജ് ആണ്, അതൊന്നും ശ്രദ്ധിക്കുക. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്. അപ്പോൾ ഇലക്ട്രിക്കലിനെ പറ്റി എന്തെങ്കിലും കുറച്ച് ഐഡിയാസ് ഉള്ളവർ, അതായത് ഇപ്പോൾ ITI പോളി ബിടെക് ഇങ്ങനെ പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് ഏകദേശം ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വോൾട്ടേജ്, കറണ്ട്, ആംപിയർ അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവർ ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരെ ബൈ.